നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളുള്ളത് ഇന്ന് കാഠ്മണ്ഡുവിലാട്ടോ. കാഠ്മണ്ഡുവിലെ നമ്മളെ ഫസ്റ്റത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ബൗദ്ധനാഥ് നമ്മളെ സ്തൂപം ഉണ്ടല്ലോ, ബുദ്ധിസ്റ്റ് സ്തൂപ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഇതാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇന്നലെ ജസ്റ്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ സൈഡാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാം. നമുക്ക് 100 റുപ്യ നേപ്പാളി കറൻസി ഉണ്ട് കേട്ടോ എൻട്രൻസ് ഫീ. പിന്നെ വെച്ചിട്ടാണ് കയറാൻ. ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. ഇത് നേപ്പാളിൽ തന്നെ ഏറ്റവും വലിയ സ്തൂപമാണ്, വേൾഡിൽ തന്നെ വേണമെങ്കിൽ പറയാൻ പെടാം. അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ. നേപ്പാളിൽ വരുന്ന എല്ലാവരും വന്ന് കാണുന്നൊരു സംഭവമാണ്. സ്തൂപത്തിന് ചുറ്റും നമുക്ക് നമ്മുടെ പ്രയർ വീൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എവിടെ നിന്ന് നോക്കിയാലും കണ്ണുകൾ കാണാൻ പറ്റും കേട്ടോ സ്തൂപ. അപ്പോൾ അത് നമ്മുടെ ബുദ്ധൻ്റെ കണ്ണുകളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് ചുറ്റും നമുക്ക് ഒരുപാട് ബുദ്ധിസ്റ്റുകളുടെ ഷോപ്പുകൾ, അവരുടെ പിന്നെ എന്താ പറയുക ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും അതേപോലെ കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. 1959 ടിബറ്റൻ പ്രക്ഷോഭത്തെ തുടർന്നിട്ട് ഒരുപാട് ആൾക്കാർ ചൈന സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സമയത്ത് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് കേട്ടോ. 50ൽ കൂടുതൽ ഗോമ്പകൾ, അതായത് നമ്മുടെ പിന്നെ മൊണാസ്ട്രീസ്, അതും പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകളും ഗസ്റ്റ് ഹൗസുകളും കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് ചുറ്റും ഇഷ്ടംപോലെ നമുക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നിർമ്മിച്ച സമയത്ത് ഈ ഒരു പ്രദേശമായിരുന്നു ടിബറ്റുമായിട്ടുള്ള വ്യാപാര കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് സാധാരണ എന്താ പറയുക നമ്മുടെ മാർക്കറ്റ് സെറ്റപ്പ് ഉണ്ടായത് പണ്ടത്തെ കാലത്ത്. ഇപ്പോഴും ഇതൊരു മെയിൻ റോഡ് സൈഡ് തന്നെ കേട്ടോ. നല്ല എന്താ പറയുക കാഠ്മണ്ഡുവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പറയപ്പെടാം. രാവിലെ തന്നെ ഇവിടെയുള്ള സമീപവാസികളൊക്കെ ഇവിടെ പ്രയറിനായിട്ട് വരും കേട്ടോ. എല്ലാവരും ജപിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റേ മാലയൊക്കെ ജപിച്ചുകൊണ്ട് ചുറ്റും ഇങ്ങനെ നമുക്ക് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇത് ഒരുപാട് ആൾക്കാർ പ്രാവിനൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നതാണ്. രാവിലെ തന്നെ കുറച്ച് അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഏരിയ ആണ്. അത്യാവശ്യം ആൾക്കാർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. ഈ സ്തൂപ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു സ്തൂപ് ഉണ്ടായെന്ന് പറയപ്പെടുന്നു കേട്ടോ. അതായത് AD 600 കാലഘട്ടത്തിൽ ആ സമയത്ത് ഇവിടെ ഒരു ചെറിയ സ്തൂപം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ടിബറ്റിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ 800കളിലാണ് പിന്നെ നമ്മുടെ നേപ്പാൾ സ്വന്തമായിട്ടൊരു രാജ്യമായിട്ട് ഉണ്ടായത്. ആ ഒരു സമയത്താണ് പുതിയൊരു പിന്നെ സ്തൂപങ്ങൾ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചത്. ബുദ്ധമതത്തിലെ ഗ്രന്ഥങ്ങൾ പ്രകാരം പറയപ്പെടുന്നത് ഇതൊരു സ്ത്രീ ഉണ്ടാക്കിയതാണെന്നും പിന്നെ അതുപോലെ ഏതോ ഒരു പ്രബുദ്ധനായ ഒരു ബുദ്ധൻ്റെ എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ പിന്നെ മരണശേഷിയുള്ള അവശിഷ്ടങ്ങൾ അതിനകത്ത് അടക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ബൗദ്ധിനാഥിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പശുപതിനാഥ് ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിന് ചുറ്റൊന്ന് നടന്ന് കണ്ടതിന് ശേഷം ഞാൻ നേരെ പശുപതിനാഥ് ടെമ്പിളിലേക്കാണ് പോയത്. അങ്ങനെ ഒടുവിൽ നമ്മൾ നടന്ന് ഇവിടെ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതെന്ന് പറയുന്നത് ബാഗ്മതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതെന്ന് പറയുന്നത് നേപ്പാളിലെ വളരെ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രം കേട്ടോ. ഇത് അത്രയും നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇന്നീ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് 14ാം നൂറ്റാണ്ടിൽ അന്നത്തെ നേപ്പാൾ രാജാവ് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായെന്ന് വെച്ചാൽ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ റീബിൽഡ് ചെയ്തെടുത്തതാണ് ആ കാലത്ത്. അപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ കർണാടകയിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ, ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ട് ആദി ശങ്കരാചാര്യർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണെന്നാണ് കരുതപ്പെടുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് കടക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തൂക്കുപാലം പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ കൂടി നമുക്ക് നേരെ അങ്ങോട്ട് അകത്തോട്ട് കടക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് അകത്തേക്ക് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലൗഡല്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അകത്ത് കയറിയിട്ട് ദർശനം കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ടെമ്പിൾസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
ഇതാണ് ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള എന്താ പറയുക പ്രധാന കവാടം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പോവാം കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. എൻട്രൻസ് ഓൺലി ഫോർ ഹിന്ദുസ്. ആ ഒരു എൻട്രൻസ് പാർട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി നടന്നു വരാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇഷ്ടം പോലെ ടെമ്പിൾസ് ഉണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയാണ് ഇവിടെ എത്താൻ. ഒരുപാട് ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ് ഞാൻ പറയാം. ഒരുപാടുണ്ട്. അടിപൊളി കേട്ടോ. ഒരുപാട് അമ്പലങ്ങൾ, ഒന്നും പറയാനില്ല. വേറെ ലെവൽ സാധനങ്ങൾ. ഇതിൽ പല അമ്പലങ്ങളിലും നമുക്ക് പ്രതിഷ്ഠ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. കുറേ പാട്ടുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പൂജ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സെക്ഷൻ കേട്ടോ ഇത്. ഇവിടെ പിന്നെ ഇത് പഴയ കാലത്തെ ഉണ്ടാക്കി വെച്ചതെന്നേ ഉള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് ജസ്റ്റ് റിലാക്സ് ആവാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഒരു നേപ്പാളി പോലീസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെങ്ങായി എന്നെ ഫുള്ള് കാത്മണ്ഡു ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ ഡ്യൂട്ടി ഇപ്പോൾ 10 മണിക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആളും കൂടെ വരാമെന്ന് പറഞ്ഞു. ഒരു കണക്കിന് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ഇനി പാർക്കിംഗ് എല്ലാം കണ്ടുപിടിച്ച് പിടിക്കണ്ടല്ലോ. ആളാകുമ്പോൾ പിന്നെ ആളെ പിടിപാട് വെച്ച് ആൾക്ക് സ്ഥലമൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാണിച്ചു തരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാം പരിപാടി തീർത്ത് പോവുകയും ചെയ്യും. ഇതെന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാട്ടോ. നേപ്പാൾ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി. എത്ര അമ്പലങ്ങളാണോ ഇങ്ങനെ പഴയ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നേരന്ന് കിടക്കുകയാണ്. കണ്ടാലും തീരുവില്ല. അതുപോലെയുണ്ട്, നേരന്ന് കിടക്കണം. ഒരുപാട് പക്ഷികളെ കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ. വേഴാമ്പലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയോ പക്ഷീൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കാട് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പയ്യെ തിരിച്ചിറങ്ങാം കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. എല്ലാം ഒരുപോലെ ഇരിക്കും, കാരണം സ്ട്രക്ചറൊക്കെ ഏകദേശം സെയിമാണ്. ഇതാണ് ഞാൻ കയറി വരുമ്പോൾ പറഞ്ഞ ഒരു പിന്നെ യുനെസ്കോൻ്റെ അണ്ടറിലുള്ള ഒരു സൈറ്റാണ് കേട്ടോ. അത് ഓപ്പൺ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ വിടുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാഠ്മണ്ഡുവിലെ അടുത്ത ലൊക്കേഷനൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.